ഒന്നാമത്തെ വാക്യം, 92-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി നിനക്ക് തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. സ്തോത്രം. ആ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ഒരു ആ, പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു യാചന എന്ന് നമുക്ക് പറയാം. ഹൃദയം തകർന്ന് തൻ ദുഃഖത്തിന്റെ വേളയിൽ ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒരു ശരിക്കും നിലവിളി എന്ന് വേണമെങ്കിൽ പറയാം. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രത്യേകിച്ച് രാജാവാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ദാവീദ് ദൈവസ്ഥനിൽ നിലവിളിച്ച് കരഞ്ഞുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ രാജാഭിഷേകത്തിന് ശേഷവും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആശ്രയമാണ് ദൈവ സന്നിധി എന്ന് പറയുന്നത്. നമ്മുടെ നിരാശ്വര വേളകളിൽ, നമ്മുടെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ സമയത്ത് നമുക്ക് മനുഷ്യരോടൊന്നും പറഞ്ഞ് ഷെയർ ചെയ്ത് ആശ്വാസം കിട്ടാതിരിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമ്മൾ മനുഷ്യരോട് മനുഷ്യരോടൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസമൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടില്ലേ. അതുപോലെ അതിലേക്ക് ഉപരിയായ ദിവസങ്ങളിൽ പോയെന്ന് ഒരു നിമിഷം ഇരിക്കുകയും ദൈവത്തോട് നമ്മുടെ അദ്ദേഹത്തിന്റെ ഭാരങ്ങളിൽ നിന്ന് പറയുകയും ഒന്നിലൂടെ ചെയ്യുമ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് അത് അച്ചിട്ടാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം അത് നമ്മളിലേക്ക് പകരും. അത് ദൈവം നമ്മുടെ ഒരു ആശ്വാസ കേന്ദ്രമാണ് ദൈവസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രത്യാശയാണ്, നമ്മുടെ ഹോപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയും നമുക്ക് ഒത്തിരി മറുപടി കിട്ടുകയും നമ്മൾ ആശ്വസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് അറിയാവുന്നവരൊക്കെ അങ്ങനെ പ്രാർത്ഥനയിലൂടെയൊക്കെ പല കാര്യങ്ങളും ജയിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് രോഗസ്വസ്ഥങ്ങൾ. അതുപോലെ നമ്മുടെ ഈ വിഷയം എനിക്ക് നടന്ന് കിട്ടിയേ തീരൂ എന്നുള്ള അവസ്ഥകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും ദൈവം നമുക്ക് എടുത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ ഈ പ്രാർത്ഥന ദൈവസ്ഥനിൽ എത്തിയില്ലെങ്കിലും സ്തോത്രം. ദാവീദ് പറയുന്ന യഹോവയുടെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വരാം, ചിലപ്പം വരാതിരിക്കാം. ഈ പ്രാർത്ഥന ദൈവസ്ഥനിൽ എത്തിയില്ലെങ്കിലോ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയമേ ഇല്ല. കാരണം നമ്മൾ അത്ര വിശ്വസിക്കുന്നു, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, എനിക്ക് ഉത്തരം അരുളും, അത് എന്റെ വിശ്വാസമാണ്, എന്റെ ദൈവത്തോടുള്ള ഞാനും ദൈവമുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് അതെന്നൊക്കെ നമ്മൾക്ക് പ്രത്യാശയുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലെങ്കിലും നമുക്ക് വേദവസ്തു നോക്കിയാൽ പലയിടത്തും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല, ചില പ്രാർത്ഥനകൾ ദൈവം ഉത്തരം കൊടുക്കുന്നില്ല. കാരണങ്ങൾ പലതുണ്ടാകാം. സ്തോത്രം. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ദാവീദ് രാജാവിന്റെ ഒരു സംഭവം എടുത്ത് നോക്കുമ്പോൾ ഒരു 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 കാര്യം എടുത്ത് നോക്കിയാൽ അതിൽ ബത്ശേബ എന്ന് പറഞ്ഞ വ്യക്തിയും ദാവീദിനുമായി ഉണ്ടായ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ദാവീദ് രാജാവ് ദിവസങ്ങളിൽ പോലും പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. രാജകുമാർ കാണുന്നുണ്ട്. 3 ദിവസം ഉപവസിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ പ്രാർത്ഥന ദൈവം നിൽക്കുന്നതേയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവിടെ ദൈവത്തിന്റെ ഹിതമില്ലാത്തൊരു സംഭവത്തിലൂടെ ഉണ്ടായ കുഞ്ഞായിരുന്നു അത്. ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയല്ല, ദാവീദ് ചെയ്തു പോയ ആ ഒരു തെറ്റിനെ, ഹല്ലേലൂയ, അതിനുവേണ്ടി അദ്ദേഹം ആ ഫാസ്റ്റിംഗ് എടുത്തത്. 3 days ദിവസം കഴിക്കാതെയും ഒക്കെ അദ്ദേഹം സ്പെൻഡ് ചെയ്തു. പക്ഷെ ഒടുവിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടതുമില്ല. ആ കുഞ്ഞ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ആ കുഞ്ഞ് മരിച്ചു. അപ്പൊ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. ഞാനത് നിരുത്സാഹപ്പെടുത്താൻ പറയുന്നതല്ല. നമ്മൾ ദൈവം നമ്മുടെ ചില ദീർഘനാളുള്ള പ്രാർത്ഥനകളെ ദൈവം നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച്. ഇതെന്താണ് ഇത് ഉത്തരം കിട്ടാത്തത്? ഇതിന്റെ കാര്യം എന്താണ്? എവിടെയാണ് അതിൽ ചില പാഴ്ചകളുള്ളത്? ചില കാര്യങ്ങൾ ദൈവം നമുക്ക് അല്പം താമസിപ്പിക്കും. പക്ഷെ അതുപോലെയല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം. ചില പ്രാർത്ഥനകൾ ദൈവത്തിൽ എത്താറില്ല. അതിന്റെ കാരണം അതിന് മേലിൽ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടാകാം. ദാവീദിന്റെ ദിവസത്തിൽ സംഭവിച്ചതുപോലെ അത് ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ദാവീദ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ, സ്തോത്രം. അത്തരം അനുഭവങ്ങൾ ദൈവം പലപ്പോഴും അതിലേക്ക് നോക്കാറില്ല. അത്തരം കണ്ണീരുകൾ ദൈവം കാണാറില്ല. ദൈവം അവിടെ ദാവീദ് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സീനാണ്. 3 ദിവസം അദ്ദേഹം കരഞ്ഞ് ദൈവത്തിന് അനുദപിച്ച് മടങ്ങി വരുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ദൈവം മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അതെന്താണോ ദാവീദ് ചെയ്തത് അതിനുള്ള ശിക്ഷ ദാവീദിന് കിട്ടുന്നുണ്ട് അവിടെ. സ്തോത്രം. ഹല്ലേലൂയ. അത്തരം ചില പ്രാർത്ഥനകളെ ദൈവം ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ചില പ്രാർത്ഥനകൾ, തുടർച്ചയായുള്ള പ്രാർത്ഥനകൾ ദൈവത്തിന് ഉത്തരം വരുന്നില്ലെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എപ്പോഴും നമ്മുടെ പാപങ്ങൾ ധരിക്കണമെന്നില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളെ ചിലപ്പോൾ ആയിരിക്കണം, മറ്റു കാരണങ്ങളുണ്ടാകും. പക്ഷെ
ഇത് വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ ചിലപ്പോൾ ഇതായിരിക്കാം എന്നുള്ള ഒരു ചിന്ത. ഹല്ലേലൂയ. നമ്മുടെ ചില പ്രാർത്ഥനകൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഇഷ്ടമാണോ എന്റെ ഈ പ്രാർത്ഥനകൾ? ഇത് ഞാൻ അവിടുത്തെ ഹിതപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്? ചില കാര്യങ്ങൾ ദൈവം തരും. നമ്മുടെ ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ദൈവം അത് ദൈവത്തിന്റെ പെർഫെക്റ്റിൽ അല്ലാതെ ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചു തരും. ദൈവം തരുന്നതല്ലാതെ ദൈവം അനുവദിക്കും, പൊയ്ക്കോട്ടെ, അങ്ങനെ പൊയ്ക്കോട്ടെ. പക്ഷെ അതിന്റെ പരിണിത ഫലം നമുക്കറിയാം. ഹെഗസ്കേൽ രാജാവിന്റെ ആ സംഭവം നമുക്കറിയാം. 15 വർഷക്കാരൻ നീട്ടിക്കൊടുത്തു, പിന്നീടുണ്ടായ ഒരു പുത്രനോടുണ്ടായ നാശങ്ങൾ നമുക്കറിയാം. അപ്പോ ദൈവം ചിലത് അനുവദിക്കും, പക്ഷെ ദൈവത്തിന്റെ അത് ശരിക്കുള്ള ഇഷ്ടത്തിലാവണമെന്ന് അർത്ഥമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, ചില പ്രാർത്ഥനകളെ ദൈവം ഉത്തരം തരുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യുക, ഒന്നുകൂടെ ദൈവം ചോദിക്കുക, കർത്താവ് ഇത് അവിടുത്തെ ഹിതപ്രകാരമുള്ളതാണോ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദാനിയേലിന്റെ പ്രാർത്ഥന ഒരുപാട് താമസിച്ച ഉത്തരം കിട്ടി. ദൈവം ഉത്തരം 1-ാം ദിവസം തന്നെ അയച്ചെങ്കിലും ദാനിയേലിന്റെ കിട്ടില്ല ഉത്തരം വരുന്നത് 24-ാം ദിവസമാണ്. അപ്പൊ അത്തരം ചില ഡിലേകൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ വരുന്നുണ്ട്. അത് ചില ആ ഒരു ഉദാഹരണത്തിൽ ദൈവം പ്രാർത്ഥന കേട്ടു, മറുപടി അയച്ചു കഴിഞ്ഞു. പക്ഷെ ചില അവസരങ്ങളിൽ ആ പ്രാർത്ഥന അങ്ങോട്ട് എത്താറില്ല, ആ ദിവസങ്ങളിൽ എത്താറില്ല. അതിന് കാരണം ആകാശ സേനകളാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന ചില ആകാശ ശക്തികളുണ്ട്. നമ്മളതിനെ കുറിച്ച് ബോധ്യമുണ്ടാവണം. നമ്മുടെ പ്രാർത്ഥനകളെ പ്രത്യേകിച്ച് നമ്മളെ മടിപ്പിക്കുന്നതിനായി, നമ്മുടെ ആത്മജീവിതത്തെ മടിപ്പിക്കുന്നതിന് നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ തടയുന്ന ചില ശക്തികൾ ആകാശ സേനകളായിട്ടുള്ളതുണ്ട്. അവരുടെ ചില പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ നമ്മുടെ പ്രേയറുകളെ തടയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മളെ മടിപ്പിക്കുന്നതിനും നമുക്ക് നമ്മുടെ ആ തുടർച്ചയെ പ്രാർത്ഥിക്കുന്ന വിഷയം ഇട്ടിട്ട് പോകാനുള്ള തന്ത്രമാണ് പൈശാചിക ശക്തികളുടെ. അതുകൊണ്ട് അതും ഒരു റീസൺ ആണ്. ഹല്ലേലൂയ. അത്തരം ഹല്ലേലൂയ ചതിക്കുഴികളെ, അത്തരം ടാക്ടിക്സുകളെ തിരിച്ചറിയുവാനും അതിനെ തുടർച്ചയായി പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ യുദ്ധം ചെയ്യുവാനൊക്കെയുള്ള ഹല്ലേലൂയ അതിനുള്ളതായ ചില ആഹ്വാനങ്ങളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ചിലത് എത്തുന്നില്ല എങ്കിൽ നമുക്ക് നിരാശയായിരിക്കും ഒടുവിൽ ഫലമെന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വളരെ ആഗ്രഹത്തോടെ, വളരെ പ്രത്യാശയോടെ, പക്ഷെ എനിക്ക് എന്റെ പ്രാർത്ഥനകളൊക്കെ ഓഫ്കോഴ്സ് നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനകൾ നമുക്ക് നിസ്സാര കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തിരി നമ്മൾ ആ ഒരു എന്താ പറയുന്നത് വേവലാതിപ്പെട്ടില്ലെങ്കിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന കാര്യം. നമുക്കെല്ലാം നിസ്സാര പ്രാർത്ഥന വിഷയങ്ങളുണ്ട്, വലിയ പ്രാർത്ഥന വിഷയങ്ങൾ. നമ്മുടെ ചില നിസ്സാര പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് നടന്നു പോക്കണം. പക്ഷെ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന, ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളെ തടയുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ആത്മാവിൽ പോരാടിയില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുകയില്ല. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ അത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അത് പലപ്പോഴും ദൈവസന്നിധിയിൽ എത്താറില്ല. ഹല്ലേലൂയ. ദൈവം അതിനെ നോക്കാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ ആകാശമണ്ഡലങ്ങളിലുണ്ട്. നമ്മളെ മടുപ്പിക്കുന്നതിനായി, നമ്മുടെ പ്രയർ ലൈഫിനെ മടുപ്പിക്കുക, നമ്മൾ പറഞ്ഞ വിഷയം, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ അത് നമ്മൾ ലഭിക്കില്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആകാശമണ്ഡലങ്ങളെ പൈശാചിക സേനകൾ ഹല്ലേലൂയ അത് നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്നുണ്ട്. അതിനെ തിരിച്ചറിയുക. ഈ രണ്ട് കാര്യങ്ങളെ തിരിച്ചറിയുകയും അതിനെതിരെ ആത്മശക്തിയോടെ പോരാടുകയും ഹല്ലേലൂയ സ്പിരിച്വൽ വാർഫെയർ അധികമായി ഇൻവോൾവ് ആകുവാനും തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അധികമായ റിപ്ലൈകൾ നമുക്ക് തരുന്നത്. അത് നമ്മുടെ ദൈവത്തിന്റെ കുറ്റമല്ല, അത് നമ്മൾ ചില തിരിച്ചറിയാതെ പോകുന്നതിനുള്ള പ്രശ്നങ്ങളാണ്. തിരിച്ചറിയുവാനും അതിന്മേൽ ജയമെടുക്കുവാനും തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.